PC വിഷ്ണുനാഥാണ് കുണ്ട്രയിൽ നിന്നുള്ള അംഗമാണ്. ഈ മന്ത്രിസഭയിലെ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രിയാണ് PC വിഷ്ണുനാഥ്. തുടർച്ചയായി രണ്ടാം തവണ കുണ്ട്രയിൽ നിന്ന് MLA ആകുന്നു. LDF സ്ഥാനാർത്ഥി SL സജികുമാറിനെ 32,564 വോട്ടിന് തോൽപ്പിച്ചാണ് തുടർച്ചയായ രണ്ടാം തവണ അദ്ദേഹം കുണ്ട്രയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. നിയമസഭയിലേക്ക് എത്തുന്നത് മൂന്നാം തവണയാണ്. PC വിശ്വനാഥ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു PC വിഷ്ണുനാഥ്. അങ്ങനെ 139 പേരാകുന്നു. ദ ലാസ്റ്റ് വൺ സേവ്യർ ചിറ്റിലപ്പള്ളി. അവസാനത്തെ ആളുടെ സത്യപ്രതിജ്ഞയാണ് ഇനി. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ രണ്ടാമത്തെ ഊഴമാണ് നിയമസഭയിലേക്ക്. കഴിഞ്ഞ കുറി അനിൽ അക്കരയെ തോൽപ്പിച്ചു. ഇക്കുറി സേവ്യർ ചിറ്റിലപ്പള്ളി വൈശാഖ് നാരായണ സ്വാമിയെയാണ് തോൽപ്പിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് അവസാനമായി സത്യപ്രതിജ്ഞ നടത്തുന്നത്. ഇതോടുകൂടി MLA-മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാവുകയാണ് നിയമസഭയിൽ. സേവ്യർ ചിറ്റിലപ്പള്ളി എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം സേവ്യർ ചിറ്റിലപ്പള്ളിയും പ്രതിജ്ഞയെടുത്തതോടുകൂടി MLA-മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാവുകയാണ്. 140 പേരും സത്യപ്രതിജ്ഞ ചെയ്ത് MLA-മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. 140 അംഗങ്ങളും ഇപ്പോൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി MLA-മാരായി മാറിയിരിക്കുന്നു. പ്രോട്ടം സ്പീക്കർക്ക് മുന്നിലാണ് MLA-മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തത്. G സുധാകരൻ, ഏറ്റവും പ്രായം കൂടി ഏറ്റവും മുതിർന്ന അംഗമായ G സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നേരത്തെ തന്നെ UDF തെരഞ്ഞെടുത്തിരുന്നു. പ്രോട്ടം സ്പീക്കർക്ക് മുന്നിൽ മറ്റുള്ള 139 MLA-മാരും G സുധാകരൻ ഒഴികെയുള്ള 139 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു. G സുധാകരൻ ഇന്നലെ തന്നെ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അവസാനത്തെ ആളും G സുധാകരന് ഹസ്തദാനം നൽകി പിരിയുകയാണ്. അങ്ങനെ MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇവിടെ പൂർത്തിയാവുകയാണ്. 140 അംഗങ്ങളും ഹാജരായി, 139 അംഗങ്ങളും ഹാജരായി പ്രതിജ്ഞ ചെയ്തതായിട്ടാണ് കാണുന്നത്. പ്രോട്ടം സ്പീക്കർ ഇന്നലെ ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ 140 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി ആരും സത്യപ്രതിജ്ഞ ചെയ്യാനില്ല എന്ന് കരുതുന്നു. ആരുമില്ല, ഇവിടുത്തെ റെക്കോർഡ് അനുസരിച്ചില്ല. അപ്പോൾ കേരള നിയമസഭയുടെ മഹത്തായ പാരമ്പര്യവും ചരിത്രവും അനുസരിച്ച് പ്രൗഢോജ്വലമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ നടന്നത്. അതിനായി ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രിയോടും ബഹുമാനനും ആദരണീയനായ പ്രതിപക്ഷ നേതാവിനോടും എല്ലാ ബഹുമാനപ്പെട്ട മന്ത്രിസഭാംഗങ്ങളോടും എല്ലാ ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളോടും ഇത് സഹായിച്ച പ്രിയപ്പെട്ട നിയമസഭാ സെക്രട്ടേറിയറ്റിനോടുമുള്ള ചെയറിൻ്റെ അഗാധമായ നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭ ഇപ്പോൾ